ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്ലോബൽ വില്ലേജിലെ കുറച്ച് വിശേഷങ്ങൾ പാർട്ട് 1 ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് ചെന്ന് കാണുക. അതിനുശേഷം ഈ ഒരു സംഭവം കൂടി ഒന്ന് കാണുക. അപ്പോൾ നമ്മളുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലെ ഫുഡ് എക്സ്പ്ലോറാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്തത് നമ്മുടെ പ്രോൺസ് ഡൈനാമേറ്റ് ആണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ഡൈനാമേറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലെ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. അപ്പം നമ്മൾ അതിങ്ങനെ മാറി മാറി ഓരോന്നോരോന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഡ്രിങ്ക്, ഒരു മൊജീറ്റോ എന്തോ ഒരു ഡ്രിങ്ക്, നമ്മൾ ഒരു പിസ്ത ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തോ ഒരു ഡ്രിങ്ക് അത് കുടിച്ചു. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു വൈറലായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് തായ് സ്പെഷ്യൽ കുറേ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. തായ് മാംഗോ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതും ഒക്കെ നമ്മൾ കഴിച്ചു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് ന്യൂഡിൽസാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തതാണ്. കാര്യം വെച്ചാൽ ന്യൂഡിൽസ് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല, നമ്മൾ വെറൈറ്റീസ് എന്തെങ്കിലും ട്രൈ ചെയ്യാം, കഴിക്കാത്ത ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മുടെ ചിക്കൻ ഡംപ്ലിങ്സ് ആണ്, അതായത് ചിക്കൻ മോമോസ്. ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരുടെ ഈ ഒരു തായ് സോസിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബൗള് നമ്മൾ ചിക്കൻ മോമോസ് വാങ്ങിച്ചു. അപ്പോൾ ആ ഒരു കൂടുതൽ ഇവർ വെജീസ്, ക്യാബേജും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും ഒക്കെ വെച്ചിട്ട് എന്തോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് തന്നു. അതിൻ്റെ ഉള്ളിൽ ചിക്കനായിരുന്നു സ്റ്റഫ് ചെയ്തിരുന്നത്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആദ്യം കഴിച്ചപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അത് സോസിലൊക്കെ മുക്കി ആ വെജിറ്റബിളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ മാംഗോസൊക്കെ വെച്ചിരിക്കുന്നത് തായ് മാംഗോസ്, നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിലും ഒക്കെ ഇതാണ് വെച്ച് തരുന്നത്. പിന്നെ അതുമല്ല, ഇവിടെ ഒരുപാട് മാംഗോയുടെ പല പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. മാംഗോ പുഡിങ്ങോ അതുപോലെ തന്നെ മാംഗോയുടെ കേക്കോ മാംഗോ ഡ്രിങ്കോ മാംഗോ ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മാംഗോയിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തല്ലോ, നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസാണ് നമ്മൾ ട്രൈ ചെയ്തത്. പിന്നെ പിന്നെ നമ്മുടെ ആ ദുരിയാൻ, ആ ഒരു ജാക്ക് ഫ്രൂട്ട് ലൈക്ക് ആ ഒരു ഫ്രൂട്ടിൻ്റെ ഐറ്റംസൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട് സംബന്ധമായിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ ഓരോ കാഴ്ചകളും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച്, അതായത് ട്രൈ ചെയ്യാത്ത ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ കാണുന്നതും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതും. പിന്നെ നമ്മൾ ജസ്റ്റ് ഏഷ്യയുടെ ഉള്ളിലോട്ടൊക്കെ കയറി കുറച്ച് കൂടുതൽ കാണാനുണ്ട് എന്നുള്ള പവലിയൻസിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറി അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിതാ ഏഷ്യയുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ ഏഷ്യയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ കോക്കനട്ട് സംബന്ധമായിട്ടുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മളിതാ ഇവിടെ പിസ്സ, അപ്പോൾ പിസ്സയുടെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിസ്സ ഓർഡർ ചെയ്തപ്പോൾ ഒരു 30 മിനിറ്റ്സ് താമസം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ ടോക്കണൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ അടിപൊളിയായിട്ടുള്ള കുറേ ഫേസ് ക്രീമും അതുപോലെ തന്നെ ബോഡി ക്രീമും ബോഡി ലോഷൻസും ഒക്കെ. അപ്പം നമുക്ക് അവരിങ്ങനെ ചെയ്ത് തരികയാണ്. നമ്മൾ കൈ കാണിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് തരും. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ ഇതൊരു ബട്ടർ ഓറിയൻറ്റഡ് ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല ഡിഫറൻസ് എല്ലാവർക്കും ഫീൽ ചെയ്തു. അപ്പോൾ വാങ്ങിച്ചു, നമ്മൾ കൂട്ടത്തിലുള്ളവരൊക്കെ ഇത് കുറച്ച് വാങ്ങിച്ചു. ഒരു ബട്ടർ ഓറിയൻറ്റഡ് ക്രീം, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് ഇപ്പോൾ മറന്നുപോയി. അപ്പോൾ ഇതാണ്. പിന്നെ ഒരു ടർമറിക് മഞ്ഞൾ സംബന്ധമായിട്ടുള്ള ഒരു സ്ക്രബും അതുപോലെ തന്നെ ഒരു ബട്ടർ ഓറിയൻറ്റഡ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമുമാണ് നമ്മൾ വാങ്ങിച്ചത്. അതിനുശേഷം പിന്നീട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ വുഡൻ പ്ലേറ്റ്സും വുഡൻ സ്പൂൺസും നല്ല രസമായിട്ടുള്ള ഓരോ യുണീക്ക് ആയിട്ടുള്ള കുറേ പീസസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം നോക്കി. അങ്ങനെ ഓരോ കാണാൻ തന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ
ഒരുപാട് കാണാനും എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ ആഫ്രിക്കൻ പവലിയൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയപ്പോഴത്തേനും അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് സൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഭയങ്കര തട്ടും മുട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര കൊട്ടൊക്കെ ആയിട്ട് ഒരു ഡാൻസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് അവർ ചുവട് വെക്കുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ തന്നെ മെയിൻ സ്റ്റേജിൽ പ്രോഗ്രാംസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ മെയിൻ സ്റ്റേജ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൻ സ്റ്റേജിലേക്ക് പോയിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം അവിടെ പോയി ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ നേരം നടന്നപ്പോൾ ഒന്ന് ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ സ്റ്റേജിൽ പോയിട്ട് ആ ചെയറിലിരുന്ന് കുറച്ച് നേരം അവിടുത്തെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു ഫയർ ലൈക്ക് ഡാൻസും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡാൻസ്, ഡ്രംസൊക്കെ വെച്ചിട്ട് കൊട്ടുന്ന ഒരു ഫയർ വെച്ചിട്ടുള്ള ഒരു ഡാൻസും അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല കണ്ണിന് വളരെ കൗതുകം നൽകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഒന്ന് ജസ്റ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സൈറുവിന് ഭയങ്കര അരങ്ങ്. അപ്പോൾ സൈറു അതൊക്കെ കണ്ട് ഒന്ന് ഡാൻസ്, സൈറും അവർ കാണിക്കുന്ന പോലെ ഒന്ന് ചുവട് വെക്കാനൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഡ്രംസിൻ്റെതും അതുപോലെ തന്നെ ഭയങ്കര ഒരു സൗണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ പിസ്സ കിട്ടി. ചിക്കൻ ചീസി പിസ്സ, അങ്ങനെ എന്തോ ഒരു പിസ്സയാണ്. അപ്പോൾ നമ്മുടെ പിസ്സ കിട്ടി. നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ചീസി ആയിട്ടുള്ള നല്ല അടിപൊളി പിസ്സ കിട്ടി. അപ്പം നമ്മളെല്ലാവരും കൂടി ഗ്രൗണ്ടിൽ വേറെ ഒരു ഏരിയയിൽ അവിടെ എല്ലാവരും ഇങ്ങനെ കൂടി വട്ടം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലും വെറുതെ കിടക്കലും വർത്താനം പറഞ്ഞിരിക്കലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളും ആ ഗ്രൗണ്ട് ഏരിയയിൽ വന്നു. നമ്മുടെ പിസ്സ വെച്ചിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് നമ്മൾ കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം സാറ മക്കൾ ഇക്കാനെയും വിളിച്ചുകൊണ്ട് ഓരോരോ സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം അവർക്ക് എന്തൊക്കെയോ ഐറ്റംസ് വേണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ തായ് കട്ട് ഫ്രൂട്ട്സാണ്. ഇതൊരു ആ റെഡ് എന്നൊക്കെ പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പേരയ്ക്കയാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് പേരയ്ക്ക, അതുപോലെ തന്നെ മാംഗോസ്, അങ്ങനെ പിന്നെ മിക്സഡ് ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നു. അതൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാം ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ പുളിയുണ്ടല്ലോ, വാളം പുളി പഞ്ചസാരയിൽ കോട്ട് ചെയ്തിട്ട് അത് ടിന്നിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ സാറ ദൈക്കാനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് നമ്മുടെ ചീസി ലോഡഡ് ഫ്രൈസാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചിക്കൻ പീസിന് പകരം നഗറ്റ്സ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ വളരെ നല്ല ചൂട് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ലോട്ട് ഓഫ് ചീസ്, ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ചേർന്നിട്ട് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ സാറയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ സാറ ഇക്കായോട് പറഞ്ഞിട്ട് ചീസി ലോഡഡ് ചിക്കൻ ഫ്രൈസ് അത് വാങ്ങിച്ചു. പിന്നെ അതും നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് റൈഡിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള റൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള അത്യാവശ്യം കുറച്ച് മുതിർന്നവർക്ക് കയറേണ്ട റൈഡ്സും അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഗെയിംസ് ആൻഡ് റൈഡ്സ് ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർക്ക് റൈഡിൽ കയറണം. അപ്പോൾ ആ ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ കയറേണ്ടവർ കയറുക, അപ്പോൾ നമ്മൾ താഴെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഹൈറ്റും അതുപോലെ തന്നെ കുറച്ച് സ്പീഡും ഒക്കെ പ്രശ്നമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ വക റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അവർ കയറിയിട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പിന്നെ സാറായ്ക്കും ഒരാഗ്രഹം പറഞ്ഞു, സാറായ്ക്ക് റൈഡ്സിൽ കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ സംഭവമാണ്. പിന്നെ ഇളയാളെയും മൂത്തയാളെയും കൂടെ ഒരുമിച്ച് കയറ്റാനായിട്ടായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ ഏജ് വൈസ് അല്ലെങ്കിൽ ഹൈറ്റ് വൈസ്
ഇളയാളെ മെഷർ ചെയ്തപ്പോഴത്തേനും കയറ്റാറായിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം സാറ ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇതിലാണ് കയറുന്നത്. ബുർജ് ഖലീഫ പോലെ അത്രയും ഹൈറ്റിലൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കയറിയിട്ട് ഇതിലാണ് അവർ കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം ഇതിൽ കയറാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇത് ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര, ഇത് മുതിർന്നവരുടെ ഒരു സെക്ഷനാണ്. എന്തോ ഏജ് ലിമിറ്റ് ഉണ്ട്, എന്തോ ഒരു എബോവ് 10 എബോവ് 15 അങ്ങനെ എന്തോ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ണുകൾ കാണുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഇതുപോലത്തെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ വരെ പോയിട്ട് താഴേക്ക് വന്ന് ഇനിയിപ്പോൾ നെക്സ്റ്റ് ബാച്ച് എടുക്കാനായിട്ട് ഈ സംഭവം താഴേക്ക് വരുന്നതാണ്. പിന്നെ അതിനുശേഷം അവർ കയറാനുള്ളവരൊക്കെ കയറിയതിന് ശേഷം ഇറങ്ങി. പിന്നെ അതിൽ ഒരു പോപ്കോൺ വിൽക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോർമൽ പോപ്കോണാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മുടെ കാരാമൽ പോപ്കോണും ചീസി പോപ്കോണും അങ്ങനെ എന്തൊക്കെയോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കളേർഡ് പോപ്കോൺ അങ്ങനെ ഒരുപാട് പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലെയിൻ പോപ്കോൺ വാങ്ങിച്ച് അതും വെറുതെ കുറച്ച് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം സാറ ഈ ഒരു ഐറ്റത്തിലാണ് കയറുന്നത്. അപ്പോൾ ഇത് കിഡ്സിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൈഡാണ്. അപ്പം ഇതിൽ സാറാനെ ആ ഹോഴ്സിൻ്റെ മുകളിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം സാറയ്ക്ക് അതിൽ കയറണം എന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് അതിൽ കയറ്റിയിട്ട് പിന്നെ അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇളയാൾക്ക് അതിൽ കയറാനായിട്ട് അനുവദിച്ചില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് ആവണം, ഏജ് കുറച്ചും കൂടെ ആവണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളെ മാത്രമേ നമ്മൾ കയറ്റിയുള്ളൂ. അല്ലെങ്കിൽ സാറയുടെ ഒപ്പം തന്നെ സൈറാനെയും കൂടെ കയറ്റാനായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഞാൻ ഇപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം വെച്ചിട്ട് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഏകദേശം കൺക്ലൂഡ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കാണിക്കാനായിട്ടാണെങ്കിൽ ദിവസങ്ങളോളം വീഡിയോസ് ഇട്ടാലും ഇവിടുത്തെ കാഴ്ചകൾ കഴിയുന്നില്ല. പിന്നെ ഒരുപാടിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നമ്മുടെ പ്രോൺസ് ഡൈനാമേറ്റ് ഫുഡായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ഫുഡെന്ന് പറയുന്നത് പ്രോൺസ് ഡൈനാമേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചിക്കൻ ഡംപ്ലിംഗ്, ചിക്കൻ മോമോസ്, പിന്നെ ചീസി ലോഡഡ് ഫ്രൈസ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിട്ട് വെറൈറ്റി ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക, അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പിന്നീടും നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത്. നമ്മൾ ഏകദേശം ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും വന്നു. ഒരു 12:30 1 o'clock കൂടിയിട്ടൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു, ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ക്ലൈമറ്റ് വൈസ് എന്ന് പറയുന്നത് ചൂടുമില്ല തണുപ്പുമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ സാറയുടെ റൈഡൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോസ് ചെയ്യുന്നതാണ്. പിന്നെ പയ്യെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ്. കുറച്ച് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിപ്പോൾ അങ്ങേ അറ്റത്താണെങ്കിൽ എൻട്രൻസിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കൂടുതൽ നടക്കണം. അപ്പോൾ മക്കളെയൊക്കെ സ്ട്രോളറിലാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു റിക്ഷ ഫെസിലിറ്റി ഉണ്ട്, റിക്ഷയുടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് അങ്ങനെ നടന്ന് മാറാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാവരും കൂടി അവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് വട്ടം കൂടി ഇരുന്നതിന് ശേഷം പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ച കുറേ ഫുഡും കാര്യങ്ങളും എല്ലാം ട്രൈ ചെയ്തു. പിന്നെ കുറച്ച് പവലിയൻസിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ കുറച്ച് മിനി പർച്ചേസും കാര്യങ്ങളും ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റും. അപ്പോൾ നമ്മളതുകൊണ്ട് പ്ലാൻ ചെയ്ത് വരിക, എന്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, എന്താണ് കാണേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്ത് വരിക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മക്കളെയൊക്കെ വെച്ചിട്ട് മക്കളെയൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് ഈ മാസം
ഏപ്രിൽ 11-ാം തീയതിയാണോ 12-ാം തീയതിയാണോ ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യുകയാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തോടു കൂടിയാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് ഒരു 1 വീക്ക് മുന്നേ നമ്മൾ പോയി. അപ്പോൾ ഈ വർഷം നമ്മൾ ഗ്ലോബൽ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. നമ്മളെല്ലാ വർഷവും ഇയർലി വൺസ് അല്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്, പോവാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 കാണാത്തവർ എന്താണേലും അത് ചെന്ന് കാണുക. പിന്നെ ഇത് പാർട്ട് 2ഉം പാർട്ട് 1ഉം ഒക്കെ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഗ്ലോബൽ വില്ലേജിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് ചെറിയൊരു എന്തെങ്കിലും ഡിന്നറായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ താങ്ക് യു.